അപ്പോൾ ഹേ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഹെൽപെട്രോൺ ബ്ലാഗിലേക്ക്. എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക്. നമ്മളിന്ന് പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേൻ്റെ നമുക്കിന്ന് ഒരു വീട് ഉണ്ടാക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്ലാൻ. ഫസ്റ്റ് നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു മൈനിങ് സ്ഥലമായിട്ടുള്ളത്. ഇപ്പോൾ ഭയങ്കര ഡെപ്ത് ഉണ്ട് അധികം, അതുകൊണ്ട് ഇവിടെ ഒന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റിയൊരു സ്ഥലം നമ്മളിവിടെ കണ്ടുപിടിച്ച് വെക്കണം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഉണ്ടാക്കിയാലോ? മുകളിൽ അങ്ങനത്തെ കുറച്ചൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയി. അപ്പോൾ സമയം ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നമുക്ക് ഇവിടെ ഒരു ഫ്ലാറ്റ് സെറ്റാക്കിയിട്ട് ഒരു ചെറിയൊരു വീട്, തൽക്കാലത്തേക്ക് ഇപ്പോൾ ചെറിയൊരു വീട് നമുക്കിവിടെ സെറ്റാക്കിയാലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ച് ഒന്ന് ഫ്ലാറ്റ് ചെയ്തിട്ട് ഇവിടെയൊക്കെ കുറച്ച് ഇതാക്കിയെടുത്താൽ ഏകദേശം നമുക്കൊരു ഔട്ട്ലൈൻ വരക്കാം. ഇപ്പം എന്തായാലും നമുക്ക് വീട് ഉണ്ടാക്കണം, ചെറിയൊരു വീട്. കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ വേണം. ഫസ്റ്റ് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് മൈൻഡ് ചെയ്തിട്ട് വരാം. നമ്മൾ ഇതെല്ലാം ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും സ്ഥലം നമ്മൾ ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ലൊരു വീട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് മൈനിങ്ങിന് പോകാം. അപ്പോൾ നമുക്ക് കോബിൾ സ്റ്റോൺ കുറച്ച് ആവശ്യമുണ്ട്. വുഡ് നമ്മൾ നേരത്തെ കുറേ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കാണണം. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നമുക്ക് എന്തായാലും പോയിട്ട് കുറച്ച് മൈനിങ് ചെയ്യാം. പിന്നെ നമുക്കൊരു കുറേ ഇവിടെ മൈന് കിടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ മൈനുണ്ട്. അപ്പോൾ നമുക്ക് മൈനായിട്ട് പോകാം. പിന്നെ എല്ലാവരും മറക്കാണ്ട് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നമുക്ക് ഇനിയും മൈൻക്രാഫ്റ്റിനെ സീരീസ് ആയിട്ട് എടുക്കാം. ഞാൻ ഈ സീഡിൻ്റെത് ഒരു OP സീഡാണ്. അപ്പോൾ ഈ സീഡിൻ്റെ ഇത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു ഇത് കേട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ കയറി കുറച്ച് കോബിൾ സ്റ്റോൺ. ഇപ്പോൾ അയൺ മൈനിങ്ങിലൊന്നും ഇറങ്ങുന്നില്ല, അതിനായിട്ടൊരു ദിവസത്തിലായിട്ട് ഇറങ്ങാം. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് ഒരു 2.5 സ്റ്റാക്ക് 3-4 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ചെറിയ വീട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം എൻ്റെ ഒരു കുറച്ച് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കുറച്ച് വലിയ വീടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും ഞാനിതൊന്ന് മൈൻഡ് ചെയ്യട്ടെ. അപ്പോഴേക്കും നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് വാ. വയസ്സ് നമ്മൾ ഏകദേശം കുറേ നേരം മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇതുവരെ കോളൊന്നും കിട്ടിയിട്ടില്ല. അയണൊന്നും ഞാൻ കുറേ നോക്കി കിട്ടിയില്ല. നമ്മളെ പിക്കാക്സ് എന്തായാലും പൊട്ടാനായിട്ടുണ്ട്. പൊട്ടി അറിഞ്ഞത് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ 2.5 സ്റ്റാക്കോളം കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഇനി പുറത്തോട്ട് കിടക്കാം. ഇവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് ഇട്ടിരുന്നു. നൈറ്റായിരുന്നു ഗൈസ്. അപ്പോൾ അതിനിങ്ങനെ കയറുന്നേരം എന്താവോ, നൈറ്റ് തന്നെയാണ്. സോംബീസ് ഉണ്ടാവുന്ന ഒരു ഉറപ്പ്, നല്ല ഉറപ്പുണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോൾ ചാവാൻ നല്ല സാധ്യത കൂടുതലാണ്. ഒരൊറ്റ കണ്ണും പൂട്ടിയൊരോട്ടം. ഈശ്വര വഴിയില്ലല്ലോ. ഓക്കെ. ഇപ്പച്ച ഇതെല്ലായിടത്തും സോംബീസാ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് എങ്ങനെയായാലും രക്ഷപ്പെടാൻ പറ്റുമോ? കേട്ടോ സമാധാനമായി. ഇനി നമുക്ക് കുറച്ച് പരിപാടി നമുക്കിനി ട്രേഡർ ഒന്നിക്കല്ലോ. എന്തായാലും ഉപകാരമുള്ളതുണ്ടോ? ട്രേഡും തരുന്നില്ല. ഓക്കെ, ഇങ്ങോട്ട് പോയേക്കാം. അവിടെ കുറച്ച് പൊട്ടറ്റതിൻ്റെ അകത്ത് വെച്ച് കൊണ്ടുപോയാൽ ഒക്കെ ഇനി ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ടോർച്ച് ആവശ്യമുണ്ട്. ഒരു പിക്കാക്സ്, പിന്നെ കുറച്ച് ടോർച്ച് ആവശ്യമുണ്ട്. സ്റ്റിക്ക് വേണം.
സ്റ്റിക്ക് 3 ഉള്ളൂ. വുഡ് കിടക്കുകയല്ലേ, എത്ര എണ്ണാന്ന് വെച്ച് എല്ലാം പിടിച്ച് കുറച്ച് ടോർച്ച് ആവശ്യമുണ്ട് മൈനിങ്ങിനൊക്കെ പോകുന്നവരെ. അതെന്താ അങ്ങനെ ടോർച്ച് കാണുന്നില്ല. അതേ കിടക്കുന്ന ഓ, ഞാൻ കോള് മൈൻഡ് ചെയ്യാണ്ട് എനിക്ക് കിട്ടിയല്ലേ, അതുകൊണ്ട് റെസിപ്പി അൺലോക്ക് ആയില്ല. ഇപ്പം അൺലോക്ക് ആയല്ലോ. അൺലോക്ക്. നമുക്ക് ഫുഡിന് ഭയങ്കര കുറവുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ കുറേ ഹേബമുണ്ട്, അതൊക്കെ കുറച്ച് കട്ടെടുക്കാം. കുട്ടിക്കൊരു അതിലൂടെ പോകുന്നുണ്ട്. എടുക്കട്ടെ. എനിക്കൊന്നും അറിയില്ലേ, നമുക്കൊന്നും അറിയില്ലേ. നമ്മൾ വെറുതെ ഇവിടെ വന്നതെന്നാണ് കിട്ടുന്ന സ്ഥലത്ത് രണ്ടെണ്ണം എടുത്തിരിക്കുക. നമ്മൾ സക്സസ്ഫുള്ളി ജയിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് പുല്ല്, കുറച്ച് വീറ്റ് ഉണ്ടാക്കാം. വീറ്റ് കഴിഞ്ഞിട്ട് ബ്രെഡ് അത്യാവശ്യം നല്ല ഹെൽത്ത് തരും. പക്ഷേ പോരാ, നമുക്ക് കുറച്ചുകൂടിയും എഫക്റ്റീവ് ആവണമെങ്കിൽ മീറ്റ് തന്നെ വേണം. നമുക്ക് നമ്മുടെ വീട് പണിയുടെ സ്ഥലത്തോട്ട് പോവാം. നിങ്ങൾ എന്തെങ്കിലും നല്ല ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇതാണ് ചെറിയൊരു സ്ഥലമാണ്. ആദ്യം ഈ വുഡൊക്കെ എടുത്തൊന്ന് പ്ലാങ്ക് ആക്കണം. ഒരു സ്റ്റാക്ക് എടുക്കട്ടെ, ആവശ്യം വന്നാലും. ഒരു സ്റ്റാക്ക് ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഔട്ട്ഡോർ ആണ് നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതൊക്കെ എന്തുവാ കപ്പോട്ടെ എല്ലാം വാരി പൊളിച്ച് കാണാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ആയിട്ട് വെക്കല്ലേ. സിംഗിൾ ഡോർ വേണം, ഡബിൾ ഡോർ എടുക്കട്ടെ. നമുക്ക് കുറച്ച് ഓർക്കും, പിന്നെ ഇത് എടുക്കട്ടെ. എവിടെ പോയി? കുറച്ച് 1 2 3 4 ഇത് നമുക്ക് കട്ട് ചെയ്യാനാവില്ല. കുറച്ചിങ്ങോട്ടെ കുറച്ച് കട്ട് ചെയ്താൽ ഓക്കെ. ശരി. നിങ്ങൾ ഈ സമയത്തൊക്കെ വെറുതെ ഇരിക്കാൻ ലൈക്ക് ചെയ്യാം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് 1 2 3 4 ഇവിടെ വെക്കാൻ മറന്നല്ലോ. പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനെ 1 2 3 4 5 ഒരു 5x5 ഏരിയയാണ് നമ്മുടെ ഇത് വരുന്നത്. ഇങ്ങോട്ടും 5, ഇങ്ങോട്ടും 5, ഇങ്ങോട്ടും 5, ഇങ്ങോട്ടും 5. തൽക്കാലത്തേക്ക് ഇപ്പോൾ തൽക്കാലത്തേക്കൊരു 5x5 ഏരിയയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അടിയിലത്തെ ഫുൾ സ്ലാബ് ഞാൻ ഇട്ടിട്ട് വരാം. അങ്ങനെ ഒരു ചെറിയ തീരാനായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് പില്ലേഴ്സ് ഒക്കെ എല്ലാ മൂലക്കിലും ഇവിടെ ഇങ്ങനെ ഒന്ന് അതേപോലെ ഒന്നിവിടെ, അതേപോലെ ഒന്നിവിടെ. ഇനി ഇതൊരു 3 ബ്ലോക്ക് ആയിട്ട് ഇത് 3 ഓക്കെ. ഇനി തമ്മിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഞാനത് കണക്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കും. അതെ, സമാധാനം. അപ്പോൾ ഇങ്ങനെ മരത് അയ്യോ
എല്ലാം കൂടി മരം മുറിച്ച് ഇവിടെയുള്ള പകുതി മുറ ഞാൻ മുറിച്ച് ഇപ്പോഴേക്ക് രാത്രിയായി പോയി യെസ്. അയ്യോ, ഇവിടെ എല്ലായിടത്തും ഏകദേശം നമ്മൾ അത്ര കംപ്ലീറ്റ് ചെയ്ത്, ഇനിയുണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതൊക്കെ ഇനി സ്പോൺ പ്രൂഫ് ആക്കണം നമുക്ക്. ഇനി കുറച്ചുകൂടി നമ്മൾ OP ലെവലിലേക്ക് എത്തട്ടെ. നമുക്ക് എന്നിട്ട് എല്ലാം സ്പോൺ പ്രൂഫ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് വീണ്ടും നമ്മുടെ വീട്ടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. വന്ന് ഭയങ്കര വിശപ്പ്. ഈശ്വര, ചത്തോ ക്രീപ്പറിനെ അങ്ങോട്ട് തള്ളിയിടാം. പുതിയ റെസിപ്പികളിലൊക്കെ നമുക്ക് പോയി ഇനി ഇതിൻ്റെ ഒന്ന് നമ്മളെല്ലാം തീർത്തിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ചുകൂടി പ്ലാങ്ക് ഫില്ല് ചെയ്യണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് കോബിൾ സ്റ്റോൺ ഫിൽ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? കുഴപ്പമില്ല, നമുക്ക് കോബിൾ സ്റ്റോൺ ഫില്ല് ചെയ്യാം. ഇവിടെ എടുക്കട്ടെ. മറ്റേ ഓക്കെ, കോബിൾ സ്റ്റോൺ ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കത്തിപ്പോവില്ല. കോബിൾ സ്റ്റോൺ എൻ്റെ കയ്യിൽ വളരെ കുറവാണ്. നമുക്ക് ഇനി ഗ്ലാസ്സൊക്കെ ഉണ്ട് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു സംഭവം ഉണ്ട് വേസ്റ്റ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഒരു ചെറിയ വീട് തട്ടിക്കൂടെ, അത്രേ ഉള്ളൂ നമ്മൾ ഉദ്ദേശം. അങ്ങനെ നമ്മൾ മതിലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ലൈക്ക് ചെയ്ത് സബ് ചെയ്യും. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ കാണും, എല്ലാം ക്ഷമിക്കണം. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. ഇപ്പോൾ രാത്രിയാണ് ഷൂട്ട് ചെയ്ത് നടക്കുന്നത്, അതുകൊണ്ടൊരു സുഖമില്ല. ഞാനതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. കഴിഞ്ഞ ഇതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഈ റൂഫ് എന്ത് ചെയ്യുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. റൂഫ് മൊത്തം ഒന്ന് കയറി നോക്കട്ടെ. നമുക്ക് റൂഫ് മൊത്തം പ്ലാങ്ക് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നമുക്ക് എന്നാ റൂഫ് മൊത്തം പ്ലാങ്ക് ചെയ്യാം. ഫുള്ള് വുഡ് വെച്ച് അങ്ങ് മൂടാം. അല്ലേ തന്നെ വുഡില്ല, ഇടയ്ക്ക് ഒരു സാധനം. പക്ഷെ നമ്മളിതൊക്കെ ഫില്ല് ചെയ്തിട്ട് വരാം. ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമ്മളിത് ഇനി എന്താണ് ഇപ്പോൾ ചെയ്യുക എന്നുള്ള ആലോചന. നമുക്ക് ഈ ഇത് മൊത്തം ഇനി ഫുൾ സ്ലാബ് ഇട്ടാൽ, സ്റ്റോൺ സ്ലാബ്, അപ്പോൾ കുറച്ചുകൂടി ഒന്ന് പ്രൊട്ടക്റ്റീവ് ആവും. നമ്മൾ ഉണ്ടല്ലേ, ഓക്കെ 60 എണ്ണം ഉണ്ട്. നമുക്കിതെല്ലാം സ്ലാബാക്കാം. ഫുൾ സ്ലാബ് എന്നിട്ട് ഫുൾ നമുക്ക് സ്ലാബ് മേലെ വെച്ചിട്ട് നമുക്ക് റൂഫും ചെയ്യണം. ഫസ്റ്റ് തന്നെ പോയിട്ട് ഇതാ അവിടെ അതവിടെ ഇതിലൂടെ നേരത്തെ ഒരു ക്രീപ്പർ പോകുന്ന ഞാൻ കണ്ടിരുന്നു. അയ്യോ എൻ്റെ ജസ്റ്റ് മിസ്. പന്ന ക്രീപ്പറെ നീ ഇങ്ങോട്ട് വേടാ. അയ്യോ രക്ഷപ്പെട്ടു.
ഉയ്യോ, ജസ്റ്റ് മിസ്സായില്ല. ഇപ്പൊ ചത്തേ. ഓക്കെ, നമുക്കിവിടെ മൊത്തം സ്ലാബ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് മൊത്തം ഒന്ന് കവർ ചെയ്യാൻ. അപ്പം ഞാനിത് മൊത്തം ഒന്ന് കവർ ചെയ്തിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഒരുവിധം എല്ലാ സ്ലാബും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇങ്ങനെ പറ്റി. ക്യാമറ ഓണാക്കിയതിന് ശേഷം വീണ്ടും അങ്ങനെ ഞാൻ നേരെ ഫുള്ള് സ്ലാബ് ഇട്ട് ഞാൻ കവർ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി റൂഫ് ടൈലും കൊടുക്കാം. നമ്മൾ വീണ്ടും മൈനിങ്ങിന് ചെയ്യേണ്ടി പോകും. സ്റ്റോൺ എൻ്റെ ഉള്ളത് തീർന്നു പോയി. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിട്ട് വരാം. നമ്മളിത് കംപ്ലീറ്റ് റൂഫ് ടൈലൊക്കെ കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വിൻഡോസ് ആഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ആദ്യം നമുക്ക് വീടിൻ്റെ അകത്തോട്ട് മറ്റ് വിൻഡോസ് ആഡ് ചെയ്യാം. കുറച്ചുകൂടി നല്ലത് ബാക്കിൽ വിൻഡോ വേണ്ടല്ലോ, സൈഡിൽ മാത്രമായിട്ട് വെക്കാം. നമുക്ക് ഈ ഫ്ലോറ് മൊത്തം എടുത്തിട്ട് വുഡുണ്ടോ നമ്മുടെ ഫുഡ് കൃത്യമെന്നാണ് നമുക്ക് നോക്കാം. അതിനൊക്കെ കാണാം. നമ്മളാദ്യം ഇത് കംപ്ലീറ്റ് ഒന്ന് പൊടിയായി. നമ്മൾ അങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷവർ പൊട്ടിപ്പോയി. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു സ്റ്റോണിൻ്റെ ഷവറാണ്. അപ്പോൾ നമുക്ക് അതിന് ഫുള്ള് വുഡ് ആഡ് ചെയ്യാം. വുഡ് മതിയാവൂലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് കുറച്ച് ഇത് വുഡും മൈൻഡ് ചെയ്ത് ഞാൻ ഫില്ലും ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വന്നതിന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് പ്ലെയിൻ കൂടി നമുക്ക് ചെയ്യും. ഇനി കുറച്ച് ലാസ്റ്റ് കളിക്കാൻ വെച്ചാൽ അതായി ഞങ്ങൾക്ക് കുറച്ച് ലാസ്റ്റ് പ്ലെയിൻ ഉണ്ടാക്കും. ഫ്രണ്ട് അവരുണ്ടായി കുറച്ച് സിമെട്രി സിമില. യെസ്, നമുക്ക് ലാൻഡിനൊക്കെ ആക്കാം. ഫസ്റ്റ് ലൈൻ ഫ്ലവർ ഇല്ല കാലത്തേക്ക് ഇപ്പം ചെറിയ ഞാനെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാനാണെങ്കിൽ ഒരുമിച്ച് കളിക്കാനുണ്ട് താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ട്യൂട്ടോറിയൽ വീഡിയോ പറഞ്ഞ് അടിക്കുന്നതായിരിക്കും. നമ്മൾ കംപ്ലീറ്റ് ആക്കാം. എന്നാൽ കുറച്ച് പിന്നെ ഈ വീട്ടിൽ സ്റ്റോറേജ് നമുക്ക് സെറ്റ് ആക്കുന്നതായിരിക്കും. ഇത്രയും പെട്ടെന്ന് അതായിരിക്കും അടുത്ത വീഡിയോയ്ക്ക് വരാൻ പോകുന്നത്. ഇനി ഇന്ത്യയിൽ സെറ്റ് അടുത്ത വീഡിയോ നമുക്ക് ശരിയാക്കുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ യുദ്ധത്തിലൂടെ തീർക്കാം. അപ്പോൾ എനിക്ക് വയ്യ. ഈ ക്രീപ്പർ ഇപ്പം എവിടെ നിന്ന് വന്ന് വീണതാണോ? ഇതിനെക്കൊണ്ട് വലിയൊരു ശല്യമായിട്ടുണ്ട്. വീടിൻ്റെ മുന്നിൽ നേരത്തെ നിങ്ങൾ കണ്ടല്ലേ, നേരത്തെ ഒറ്റയടിക്ക് ഞാൻ വിചാരിച്ച് വീട് പോയിന്ന്. വീട്ടിൻ്റെ ഒക്കെ മുന്നിൽ വന്ന് പൊട്ടിത്തെറിക്കുക. ഇതൊന്ന് ടീസ്പൂണായി പോയിനെങ്കിൽ ആവശ്യത്തിന് ഡേട്ടിലുണ്ട്. ഇത്ര സീനില്ല. കുറച്ച് പാത്താടി കുറച്ച് പാത്തക്കാടുകൾ. മറ്റേ ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം.
അയ്യോ. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ടോർച്ചൊക്കെ ഉണ്ട്. കുറച്ച് സ്ഥലത്ത് മോബ്സൊക്കെ സ്പോൺ ആവാണ്ടിരിക്കാൻ നമുക്കിങ്ങനെ കുറച്ച് ടോർച്ച് ഫിക്സ് ചെയ്താൽ ലൈറ്റുള്ള ഏരിയയിലേക്ക് മോബ് വരില്ല. അങ്ങനത്തെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. ഓക്കെ, വീഡിയോ എൻഡ് ചെയ്യാൻ പോയിരുന്നു അപ്പോഴേക്ക് വന്നിട്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ എൻഡ് ചെയ്യാണ്. നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാ വീഡിയോയും കണ്ട് ലൈക്കും ചെയ്തിട്ട് ഇതാക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നത് മസ്റ്റാണ്. അപ്പം എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇനി നാളത്തെ വീഡിയോയിലേക്ക് വാ. ടാറ്റ ബൈ ബൈ.